ഒരു ഇൻസ്റ്റഗ്രാം പോലും ഞാൻ നേരെ പോലെ ഉപയോഗിക്കത്തില്ല. ഞാനത് കോച്ചിങ്ങിന് ചേർന്നപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തതാണ്. എനിക്കിത് കിട്ടിയിട്ട് മതി എന്നുള്ള പോലെ. അതുപോലെ എൻ്റെ ഫോണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും, "നീ അതൊന്ന് മാറ്റ്." ഇല്ല, ഞാൻ ജോലിക്ക് കയറിയിട്ടേ അത് മാറ്റൂ. എനിക്കൊരു ചില വാശികളുണ്ട്. ഞാനത് നേടിയിട്ടേ നടത്തൂ എന്നുള്ളൊരിത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കിൻ്റെ പേരിൽ എന്നെ ഈ നിമിഷം വരെ ആരുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടില്ല. നീ പഠിച്ചോ, നിനക്കിഷ്ടമുള്ളത് ചെയ്തോ എന്നല്ലാതെ ഇപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പോലും നീ ചെയ്തോ, അതിനെന്താ, നിനക്ക് പഠിക്കാമല്ലോ. എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഞാൻ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ CSEB മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം വന്ന നമ്മുടെ പൊന്നാനി അർബൻ ബാങ്കിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഞാനും ഇടം നേടിയിട്ടുണ്ട്. ഈ ഒരു ജേണിയിൽ ഞാൻ നേരിട്ട സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ വരുന്നത് പാലക്കാട് പട്ടാമ്പിയിൽ നിന്നും. എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ മാരീഡാണ് ഹസ്ബൻഡ്. ഞാൻ പഠിച്ചത് BCom ഫിനാൻസ് ആയിരുന്നു. അതിനുശേഷം MCom ചെയ്തു. MCom ഫിനാൻസ് ചെയ്തു. അപ്പോൾ MCom കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് BCom ഫിനാൻസ് ചെയ്തവർക്ക് BCom കോർപ്പറേഷൻ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞത്. അപ്പോൾ അവരെല്ലാവരും ചെയ്യുന്ന കാരണം ഞാനും കൂടെ അങ്ങ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ BCom കോർപ്പറേഷൻ ഒരു അഡീഷണൽ സ്പെഷ്യലൈസേഷനായിട്ട് ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് ഡബിൾ ഡിഗ്രി കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോപ്പറേറ്റീവിൽ ഇങ്ങനെ ഒരു എക്സാം ഉണ്ടെന്നോ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയുണ്ടായിരുന്നില്ല. പിന്നീട് ഞാനത് അവിടെ വെച്ച് കോർപ്പറേഷൻ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടി. അത് അവിടെ വെച്ച് അങ്ങനെ നിർത്തി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ജോബിന് ഞാനും താൽക്കാലികമായിട്ടൊരു ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു പട്ടാമ്പിൽ തന്നെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് കാണുകയാണ് ഉണ്ടായത്. അവളിങ്ങനെ ജോബിന് കയറി, കോപ്പറേറ്റീവ് ബാങ്കിൽ കയറി. അപ്പോൾ അവൾ വഴി അന്വേഷിച്ച് ഇതെന്താണ് എക്സാം എന്നെല്ലാം തേടി ഞാനും ആ ഫീൽഡിലോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം കോച്ചിങ് എന്നൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് BCom കോർപ്പറേഷൻ ഉണ്ടല്ലോ, അത് മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്യുന്നു, പോയി എഴുതുന്നു. അപ്പോൾ മാർക്കൊന്നുമില്ല. എപ്പോഴും ഒരു 14 ആ ലെവലേ കിട്ടാറുള്ളൂ. അതിനുശേഷം കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നപ്പോഴാണ് എനിക്ക് പെർമനൻ്റ് ആയിട്ടൊരു ജോബ് വേണമെന്നൊരു ആഗ്രഹം വന്നത്. എന്തായാലും ഫാമിലിയിൽ ഒരാൾക്കെങ്കിലും പെർമനൻറ്റ് ജോബ് വേണം. എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു അത്, പെർമനൻറ്റ് ജോബ് എന്നുള്ളത്. അപ്പം ഞാനും എന്ത് ചെയ്തു, ഇതിലേക്ക് തന്നെ തിരിഞ്ഞു. അവൾ പറഞ്ഞത് കുഴപ്പമില്ല, പഠിക്കാൻ എളുപ്പമാണ്, ഒരു കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, ഒരു 6 മാസം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇത് കിട്ടുമെന്നുള്ളത് അവളുടെ ഒരു മോട്ടിവേഷനായിരുന്നു എനിക്ക്. അപ്പം ഞാൻ തീരുമാനിച്ച ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ആളും ഓക്കെയാണ്. എനിക്ക് എത്ര പഠിക്കാൻ, എൻ്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കായിരുന്നു അത്. ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ആളുടെ മനസ്സിലതെ ജോലിക്ക് കയറ്റണമെന്ന് എന്നേക്കാൾ ഒരുപാട് ആഗ്രഹം ആൾക്കായിരുന്നു. അപ്പോൾ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ കാരണം ഞാനും അത് അന്വേഷിച്ച് തേടിപ്പിടിച്ച് കോച്ചിങ് എന്ന ഒരു ഇതിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 6 മാസത്തെ കോച്ചിങ്. ആ 6 മാസത്തെ കോച്ചിങ് കഴിഞ്ഞതും ഫസ്റ്റ് എക്സാമിൽ എനിക്ക് കിട്ടിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ മാസം എത്തി നിൽക്കുമ്പോഴായിരുന്നു എക്സാം. അതിലെനിക്ക് 17 വരെ എത്തി. 14 ഈ 17ലോട്ട് എത്തിയത്. പക്ഷെ ഞാൻ ഒട്ടും ഇതായിരുന്നില്ല, അതായത് എന്താണ്, കിട്ടില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടും തന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ദെൻ 2ാമത്തെ എക്സാം എഴുതിയപ്പോൾ വന്നു, ജസ്റ്റ് കട്ട് ഓഫിൽ ഞാനും റാങ്ക് ലിസ്റ്റിലെത്തി. അപ്പോൾ ഒരു സിലബസ് ഉണ്ട് നമുക്കിപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിന്. ആദ്യം അത് ഉണ്ടായിരുന്നില്ല. സിലബസ് എന്ന് പറഞ്ഞത് ഇല്ലാതെ PYQs മാത്രം പഠിച്ചു പോയ ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കറൻ്റ്ലി ഒരു സിലബസ് ഉണ്ട്. ആ ഒരു സിലബസ് വെച്ച് 6 മന്ത് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഷുവറായുള്ളൊരു കാര്യമാണ് ഈ CSEB ജൂനിയർ ക്ലർക്ക് എന്ന പോസ്റ്റിലേക്ക് ഒരു ജോബ്. ഇപ്പം ഞാൻ പൊന്നാനി അർബൻ ബാങ്കിൽ CSEBയിൽ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിൽ കിട്ടിയിരിക്കുന്നത്. BCom ഫിനാൻസ് ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫിനാൻസ് പഠിച്ച ഒരാൾക്ക് ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ ഡയറക്റ്റ് എക്സാം എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് BCom കോർപ്പറേഷൻ എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ലല്ലോ. അതിനേക്കാൾ ഒരു നല്ലൊരു വഴിയാണിത്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാം നമുക്ക്. പലരും അത് ചെയ്യുന്നില്ല. അതായത് പലർക്കും അറിയില്ല. എനിക്ക് പോലും എൻ്റെ ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത്. അപ്പോൾ പലർക്കും അത് അറിയത്തില്ല. അപ്പോൾ കോർപ്പറേഷൻ ഇങ്ങനെ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 പേപ്പർ എഴുതിയെടുത്താൽ മതി. സബ്ജക്റ്റൊക്കെ കറക്റ്റ് സെയിം തന്നെയാണ്. ഫിനാൻസും കോർപ്പറേഷനും തമ്മിലൊരു വ്യത്യാസം വരുന്ന ഒരു 4 പേപ്പറുണ്ട്. ആ 4 പേപ്പർ നമ്മൾ 2 സെമിസ്റ്ററായിട്ട് എഴുതിയെടുത്താൽ മതി. അതും ക്ലാസ്സിനൊന്നും പോകണ്ട, വീട്ടിലിരുന്ന് തന്നെ അഡീഷണലായിട്ട് ഡിസ്റ്റൻസായി ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ കുഴപ്പമില്ല, പഠിക്കാനും കുഴപ്പമില്ല. തിയറി പാർട്ടാണ് കോർപ്പറേഷൻ്റെ.
ഒരു 4 ബുക്ക് നമുക്ക് സുഖമായി നമുക്ക് തന്നെ വായിച്ച് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പായിട്ടാണ് ഈ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്. നമുക്ക് ഒരു സിലബസ് ഉണ്ടല്ലോ. ഇപ്പോൾ കറക്റ്റായിട്ടൊരു സിലബസ് ഉണ്ട്. ആ കറക്റ്റ് സിലബസിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് അക്കൗണ്ടിങ് എന്നൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് കിടക്കുന്നത് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. ഒരു +2 കഴിഞ്ഞ ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻ കൊമേഴ്സ് പഠിച്ചൊരു +2 വിദ്യാർത്ഥിക്ക് തന്നെ ഈ ഡെഫിനിഷൻ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. +1 +2ൽ ഇത് തന്നെ പഠിച്ചുകൊണ്ട് ഈ ഡെഫിനിഷൻ അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് എന്ന് പറഞ്ഞ് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ ഡെഫിനിഷനിലാണ് ഫസ്റ്റ് മൊഡ്യൂൾ കിടക്കുന്നത്. ഡെഫിനിഷൻ, ബ്രാഞ്ചസ്, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഇങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ മൊഡ്യൂൾ ഫസ്റ്റിൽ കിടക്കുന്നത്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബേസിൽ നിന്ന് തന്നെ തുടങ്ങി ഏറ്റവും നമ്മുടെ അക്കൗണ്ടിങ്ങിലെ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നും ഒരു വൈഡായ ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബേസ് മുതൽ ആ സിലബസ് മൊത്തത്തിൽ ഒരു 15 മൊഡ്യൂളാണുള്ളതെങ്കിൽ ആ 15 മൊഡ്യൂളും കവർ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും, നമുക്ക് ക്രാക്ക് ചെയ്യാൻ സുഖമാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സിലബസ് വെച്ച് ഫോളോ അപ്പ് ചെയ്യുക. ഫസ്റ്റ് മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ആദ്യത്തെ ദിവസം ഇപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചു. അതേ ടൈം തന്നെ കോപ്പറേറ്റീവ് ലോയിൽ ഒത്തിരി സെക്ഷൻസ് ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. 110 സെക്ഷനും 201 റൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം 1 to 10 സെക്ഷൻ, അല്ലെങ്കിൽ റൂളാണെങ്കിൽ കുറച്ചധികം റൂൾ ഇരുന്ന് പഠിക്കുക. അതുപോലെ അതേ സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാൻ PYQ എന്ന് പറഞ്ഞത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കൊരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇറങ്ങി ചെന്നതാണല്ലോ. ഒരു 2 മാസം ഇതേപോലെ സിലബസിലെ ടോപ്പിക്കുകൾ പഠിച്ച് ഓരോ മൊഡ്യൂളായിട്ട് പഠിച്ചും ഇപ്പോൾ കൂടെ സെക്ഷനും കൊണ്ടുപോകും. ഇത്ര സെക്ഷൻ വെച്ച് ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു 2 മാസം 3 മാസത്തിന് ശേഷം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സാമിന് ശേഷമായിരിക്കും കൂടുതൽ PYQ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതുവരെയും ടോപ്പിക്കും കണ്ടൻറ്റും മാത്രമായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണോ ആ സിലബസിലുള്ളത് ആ കണ്ടൻറ്റ് കറക്റ്റായിട്ട് പഠിച്ചു. അതുപോലെ മാത്സിന് ഞാൻ നല്ല രീതിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്സ് സത്യം പറഞ്ഞാൽ അത്ര വശമില്ലായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു PYQ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഞാൻ ചെയ്ത് നോക്കും. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നെ ഒരു ദിവസം ഫുള്ള് തന്നെ മാത്സ് മാത്രം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വർക്കൗട്ടിങ് തുടങ്ങിയതിന് ശേഷമാണ് മാർക്കുകൾ കൂടാൻ, PYQ ചെയ്യുമ്പോഴും മാർക്കുകൾ കൂടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെയിലി നമ്മുടെ പഠിത്തത്തിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റിവെക്കുക. കുറച്ച് സമയമെങ്കിലും വർക്കൗട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒരു ദിവസം പഠിക്കുക. ഇംഗ്ലീഷിനും മാത്സിനും അവിടെ പ്രയോറിറ്റി കൊടുക്കുക. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ അതിന് വേണ്ടി മാറ്റിവെച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒരു സബ്ജക്റ്റ് എടുക്കുക. പിറ്റേ ദിവസം ഇംഗ്ലീഷും മാത്സും ചെയ്യുക. അതിൻ്റെ കൂടെ വേറൊരു സബ്ജക്റ്റ് എടുക്കുക. പിന്നെ GK എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. അതായത് ഇപ്പം നമുക്ക് ഏതാ ചോദിക്കാമെന്ന് ഒരു അറിവില്ലാത്തൊരു കേസാണ്. സിലബസിലുണ്ടെങ്കിലും 10 മാർക്കേ ഉള്ളൂ. അതുകൊണ്ട് വൈഡായ കാരണം എന്ത് വരും എന്ന് പറയാൻ പറ്റാത്ത കാരണം GKക്ക് കൂടുതൽ കറണ്ട് അഫെയർസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെയിലി കറണ്ട് അഫെയർസ് വായിക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു സ്കോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ UN GKയിലൊരു ടോപ്പിക്കാണ്. അത് ബേസ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചു. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടുന്നുള്ള പോലെ എല്ലാ ടോപ്പിക്കിൻ്റെയും ബേസും മാത്രം GK പഠിച്ചു വെച്ച് കറണ്ട് അഫെയർസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും, അതുപോലെ ഇതേപോലെ മാത്സ് ഇംഗ്ലീഷ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓരോ മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യാനും, ഒരു ദിവസം ഒരു ടോപ്പിക്. ഇപ്പം ഞാൻ ഇംഗ്ലീഷും മാത്സും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഒരു ദിവസം അക്കൗണ്ടൻസി ആണെങ്കിൽ പിറ്റേ ദിവസം ബാങ്കിങ്, അങ്ങനെ ഓരോ മൊഡ്യൂൾ വെച്ച് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ PYQ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ എക്സാമിന് ഇപ്പോൾ ഈ മാർച്ച് 1 പൊന്നാനി എക്സാം എന്ന് പറഞ്ഞത്. ഞാൻ അതിന് മുൻപ് അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ 40 PYQയോളം നോക്കിപ്പോയിട്ടുണ്ട്. അത്രയും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ഉൾപ്പെടെ എനിക്ക് അക്കൗണ്ടിങ് ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയ കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു മാർക്ക് പോകരുത് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്രയും PYQ അവിടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം ഇരുന്നിട്ട് മാത്സ് 20 PYQ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. കോപ്പറേറ്റീവ് ലോ ഇതുപോലെ നല്ല രീതിക്ക് മലയാളത്തിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ക്ലാസ് കേൾക്കും, എൻ്റേതായ രീതിയിൽ ഞാൻ മലയാളത്തിൽ എഴുതും. അങ്ങനെയായിരുന്നു. എനിക്ക് ഒരു 3 ബുക്ക് തന്നെ ഉണ്ട് കോപ്പറേറ്റീവ് ലോയിൽ മലയാളത്തിൽ എഴുതി വെച്ചത്. എന്നിട്ട് എനിക്കിനി എക്സാമിന് പോകുമ്പോൾ ഞാനത് വായിക്കുകയുള്ളൂ. അതായത് അഡീഷണൽ പിന്നെ ഒന്നും പഠിക്കില്ല. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി സ്ട്രെസ് ചെയ്ത ഓരോ സെക്ഷനിൽ നിന്നും ആ പോയിന്റുകൾ എഴുതി വയ്ക്കും, അത് വായിക്കും. അങ്ങനെയായിരുന്നു കോപ്പറേറ്റീവ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്.
എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ടിപ്സ്, അതായത് കോഡ് വെക്കും ഞാൻ, നല്ല രീതിക്ക് കോഡ് വെക്കും. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പോലെയുള്ള കോഡുകളാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണല്ലോ, ഒത്തിരി കോഡ് എനിക്കുണ്ട്. ഇപ്പോൾ ഞാനിവിടെ മെൻറ്റർഷിപ്പ് ക്ലാസ്സിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ബാങ്കിങ് ഞാൻ എടുത്തപ്പോൾ ഒരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, സാൻഫ്രേസ് പറഞ്ഞൊരു ഇതുണ്ട്, എൻഡോഴ്സ്മെൻറ്റ് ആ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ അത് വിത്തൗട്ട് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ കൂടി EF മാറിപ്പോകുന്ന ഒരു ടോപ്പിക്കാണ്. സാൻ ഫ്രേസ് പോലെ സാൻ റിക്കോസ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് ആവശ്യമില്ല. EF നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ പറയുന്ന പോലെ അത്തരം കോഡ്, എൻ്റെ കോഡ് നല്ലതെന്ന് തോന്നുന്നതൊക്കെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. മെയിനായിട്ട് എന്നെ കോഡിലൂടെയാണ് ഞാൻ അധികം സെക്ഷൻ ആയിക്കോട്ടെ, റൂൾ ആയിക്കോട്ടെ, കഥ പോലെ ഓർക്കും. ചെറുപ്പം മുതൽ തന്നെ ഞാൻ പഠിക്കാൻ നന്നായി ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒന്നാം സ്ഥാനത്തൊന്നും എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ കൂടി എനിക്ക് 10 A+ കിട്ടണം എന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് 8 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങോട്ട് മുന്നിലോട്ട് എത്താൻ പറ്റാറില്ലായിരുന്നു. അപ്പം ഞാൻ പക്ഷെ ഇതേപോലെ രാവിലെ പഠിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. എല്ലാവരും പറയും രാവിലെ എഴുന്നേറ്റ് പഠിക്കുമെന്ന്. പക്ഷെ എനിക്കതിന് കഴിയത്തേ ഇല്ല. ഞാൻ രാത്രിയുടെ ആളാണ്. ഇപ്പോൾ 3 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ 3 മണി വരെ ഇരുന്ന് പഠിക്കും, എന്നിട്ട് ഉറങ്ങും. എനിക്ക് ആ മോർണിംഗിൽ ഉറക്കം ഭയങ്കര നിർബന്ധം, അല്ലെങ്കിൽ തലവേദന ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ എന്നോട് വിളിച്ച് ചോദിക്കുന്നവർ കുറേ പേരുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ടൈം ആദ്യം നിങ്ങൾ കണ്ടെത്തണം. ഇപ്പോൾ രാത്രി നിങ്ങൾ രാത്രി ഇരുന്ന് പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഉറക്കം തൂങ്ങിയിരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എപ്പോഴാണോ നമുക്ക് പറ്റും തോന്നുന്നത് ആ ഒരു ടൈമിൽ ഇതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക. ആസ് എ ബിഗിനറാണ്, ബേസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു 6 മന്ത് എന്തായാലും ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി കുറച്ച് കോച്ചിങ് അല്ലെങ്കിൽ ഒരു HDC കഴിഞ്ഞ ഒരാളാണെങ്കിൽ അവർക്ക് ഈ ആക്റ്റും റൂളൊക്കെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ പഠിച്ചവരിറങ്ങിയ ആളാണെങ്കിൽ ഒരു 3 മന്ത് കോച്ചിങ് ആയാലും മതി. അതായത് അവരിപ്പോൾ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ, അവർ ടച്ച് വിട്ടിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് അവർ ആക്റ്റും റൂളും എല്ലാം പഠിച്ചിട്ട് ഇറങ്ങി നിൽക്കുന്നേ ഉള്ളൂ. അവർക്ക് എഴുതാൻ ഒരു 3 മന്ത് കോച്ചിങ് മതി നല്ല രീതിക്ക്. അവരവിടെ കൊടുക്കേണ്ടത് എന്താണ്, ഇംഗ്ലീഷിനും മാത്സിനും GKക്കും മാത്രമാണ്. GK എന്നൊക്കെ പറയുന്നത് 10 മാർക്കായ കാരണം തന്നെ സബ്ജക്റ്റ് നല്ല രീതിക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ കട്ട് ഓഫ് ഇപ്പോൾ ലാസ്റ്റ് വന്നത് 84 ആണ്. അതിൻ്റെ എബോ കട്ട് ഓഫ് പോയിട്ടില്ല. അപ്പോൾ സബ്ജക്റ്റ് മൊത്തത്തിൽ വരുന്നത് 70 മാർക്കുമാണ്. പിന്നെ GK മാത്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, വർക്കൗട്ട് ചെയ്താൽ 10ൽ 10ഉം കിട്ടാവുന്ന ഒരു ഇതാണ്. ആദ്യമൊക്കെ എനിക്ക് കിട്ടിയിരുന്നില്ല, സത്യം പറഞ്ഞാൽ 4 ആയിരുന്നു. പിന്നെയാണ് ഇത് 10 കുറഞ്ഞാൽ പിന്നെ ടെൻഷനാണ്. 10ൽ എത്തി നിന്നു. അത് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എത്തും. അപ്പോൾ 17 നമ്മുടെ സബ്ജക്റ്റ് പ്ലസ് മാത്സ്, ഇംഗ്ലീഷ് പിന്നെ അറിയാലോ. എങ്ങനെ പോയാലും 6 മാർക്ക് നമ്മൾ ആ സിലബസ് കംപ്ലീറ്റ്ലി ടിപ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ശ്രീകല മിസ്സിൻ്റെ ഇംഗ്ലീഷ് ടിപ്സ് അടിച്ചു കൊടുക്കും. ആർട്ടിക്കിൾസ് ആണ്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇതെല്ലാം ടോപ്പിക് എടുത്തിട്ട് അടിച്ചു കൊടുത്ത് മിസ്സിൻ്റെ ടിപ്സാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. HDC, JDC, BCom കോപ്പറേഷൻ തുടങ്ങിയ ആ ഒരു കോഴ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലോട്ട് മാറായിരിക്കും നല്ലത്. അതാകുമ്പോൾ അധികം ടൈം അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ട. നമുക്കറിയാവുന്ന സംഭവങ്ങളുടെ കൂടെ കുറച്ച് അഡീഷണൽ എക്സ്ട്രാ ഇംഗ്ലീഷ്, മാത്സ് അതൊക്കെ നോക്കിയാൽ ഇത് സെറ്റാണ്. അപ്പോൾ PSC വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ സബ്ജക്റ്റാണ് 70 മാർക്കിന് വരുന്നത്. ബാക്കി 30 ഇതിന് വരുന്നുള്ളൂ. ഇംഗ്ലീഷ്, മാത്സ്, GK പറഞ്ഞ് 30 വരുന്നുള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് PSC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമാണ് ഇത് പഠിക്കാൻ. ഓരോരുത്തർ അറിഞ്ഞ് ഈ ഫീൽഡിലോട്ട് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എക്സാമുകളാണ്. CSEB ഒരെണ്ണം വിളിക്കുന്നു, അതിൻ്റെ എക്സാം ഡേറ്റ് ഇടുന്നു, അപ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ റെസ്റ്റ് ഇല്ലാത്ത എക്സാം ആയിരുന്നു എല്ലാ ആസ്പിറൻസിനൊന്നും അറിയാവുന്നൊരു കാര്യമാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബറിലൊരു ഗ്യാപ്പ് തന്നു. ഡിസംബർ ലാസ്റ്റിൽ പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇതുവരെയും എക്സാം തന്നെയായിരുന്നു. പിന്നെ ആ ഒരു ഇലക്ഷൻ്റെ ഒരു ഗ്യാപ്പാണ് നമുക്ക് വന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് വിളിക്കാറുണ്ട്. അതായത് അവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ അല്ലെങ്കിൽ ഡൗട്ടുകൾ, പിന്നെ പഠിച്ചത് മറന്നു പോകുന്നു. മെയിൻ പ്രശ്നം അതാണ്, പഠിച്ചത് മറന്നു പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ, ഞാനും ഇതൊക്കെ കടന്നു വന്ന ഒരാളാണ്. അതായത് ഒത്തിരി എക്സാമുകൾ എഴുതി, കോച്ചിങ് ഇല്ലാതെ എഴുതി, കോച്ചിങ് ഉണ്ടായിട്ട് എഴുതി. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ്, ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിരുന്ന ടൈമാണ്.
ഞാൻ ഈ ഒരു എക്സാമിന് എത്ര ഇമ്പോർട്ടൻസ് ആദ്യം കൊടുത്തിരുന്നു, അതിന് ശേഷം എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു, അത് എനിക്ക് നല്ല രീതിക്ക് അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾ, അതായത് അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇതിന് വേണ്ടി ടൈം നന്നായി കൊടുക്കണം. അതായത് ഇപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ നേരത്തെ പണികൾ തീർത്തിട്ട് ഇതിലോട്ടിരിക്കാൻ പറയും. അതുപോലെ തന്നെ ഇപ്പോൾ വർക്കിംഗ് ആയവരോട് തലേന്ന് തന്നെ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്താണോ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉറങ്ങാൻ പറയും. എന്നിട്ട് പിറ്റേ ദിവസം ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറയും. പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളോടൊക്കെ ഞാൻ അതാ പറയുന്നത്. അവിടെ തീരുന്നില്ല നമ്മൾ. ഇപ്പം നമ്മുടെ വീടിന് തൊട്ടടുത്തൊരു ബാങ്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 13 വേക്കൻസി ആയിട്ട് അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് അവിടെ കയറണമെന്ന്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് അതിൻ്റെ DP സ്റ്റാറ്റസ് ഇട്ടു. അല്ല, DP ആയിട്ട്, അതായത് ഫോണിൻ്റെ വാൾപേപ്പർ പൊന്നാനിയുടെ ഇപ്പോഴും അത് ചേഞ്ച് ആയിട്ടില്ല. വാൾപേപ്പർ അതാണ്. ഞങ്ങളത് കാണുമ്പോൾ എന്ത് ചെയ്യണം, വേറെ ഒന്നും നോക്കാൻ തോന്നരുത്, പഠിക്കാൻ തോന്നണം. ആ ഒരു ഇതായിരുന്നു. പിന്നെ ഡയറിയിൽ എഴുതി വയ്ക്കും എൻ്റെ ഡയറിയിൽ ഇപ്പോഴും ഉണ്ട്. 2026 ഞാൻ സൈൻ ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെൻറ്റർഷിപ്പ് ക്ലാസ്സിൽ പോലും അതാ ഷെയർ ചെയ്തത്. എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളായിട്ട് എഴുതാൻ വയ്യെങ്കിൽ നമ്മളുടെ മനസ്സിലുണ്ടാവണം ഇന്ന ടൈം, അല്ലെങ്കിൽ ഇന്ന ബാങ്ക്, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ മുൻപ് വരുന്ന പല എക്സാമുകളുണ്ടാവും. അതൊക്കെ നമ്മൾ ഒരു മോഡൽ പോലെയോ, അതായത് നമ്മുടെ ടെൻഷൻ ഫ്രീ ആക്കാനുള്ള എക്സാമുകളാക്കുക. എന്നിട്ട് നമ്മൾ ഏതിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലോട്ട് നല്ല രീതിക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഒരു തവണയെങ്കിലും റിവിഷൻ തീർത്ത് എത്തുന്ന രീതിയിലാവുക എന്ന് ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യമാണ്. കുറച്ച് ടൈം ഇതിനു വേണ്ടി കുറച്ച് നല്ല രീതിക്ക് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ പല കാര്യങ്ങളും, അതായത് എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഒരു ഇൻസ്റ്റഗ്രാം പോലും ഞാൻ നേരെ പോലെ ഉപയോഗിക്കത്തില്ല. ഞാനത് കോച്ചിങ്ങിന് ചേർന്നപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തതാണ്. എനിക്കിത് കിട്ടിയിട്ട് മതി എന്നുള്ള പോലെ. അതുപോലെ എൻ്റെ ഫോണ്, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും, നീ അതൊന്ന് മാറ്റ്. ഇല്ല, ഞാൻ ജോലിക്ക് കയറിയിട്ടേ അത് മാറ്റൂ. എനിക്കൊരു ചില വാശികളുണ്ട്, ഞാനത് നേടിയിട്ടേ നടത്തൂ എന്നുള്ളൊരിത്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ അറിയാലോ, കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് ഇങ്ങനൊരു ജോലിയിലേക്ക് എത്തിപ്പെടുമ്പോൾ ചുറ്റും കുറേ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ പറയാം, അത് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ, എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കിൻ്റെ പേരിൽ എന്നെ ഈ നിമിഷം വരെ ആരുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടില്ല. നീ പഠിച്ചോ, നിനക്കിഷ്ടമുള്ളത് ചെയ്തോ എന്നല്ലാതെ, ഇപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പോലും നീ ചെയ്തോ, അതിനെന്താ, നിനക്ക് പഠിക്കാമല്ലോ, അത് മാത്രമേ പറഞ്ഞുള്ളൂ. വേറൊരു ജോബ് നോക്കുക, ഞാൻ അതാ പറഞ്ഞിരുന്നത്, വേറെ ജോബ് നോക്കുമ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഇതാവുമ്പോൾ നിനക്ക് പഠിക്കുകയും ചെയ്യാലോ എന്ന് പറഞ്ഞ് അത്രയും മോട്ടിവേഷൻ തന്ന എറണാകുളം പോലൊരു സ്ഥലത്തോട്ട് വിട്ടത് ആളാണ്. ഇവിടെ വന്ന് കണ്ട് നോക്കി എല്ലാം സെറ്റ് ചെയ്ത് തന്ന് ആൾ. അങ്ങനെ എനിക്ക് അത്രയും എൻ്റെ ധൈര്യം എന്ന് പറയാൻ എൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം നടത്തി കൊടുത്തത് ഞാനാണെങ്കിൽ, ഇങ്ങനൊരു ഇത് കിട്ടിയത് എനിക്കാണെങ്കിൽ കൂടി അത് നടത്തി കൊടുത്തത് എൻ്റെ ഹസ്ബൻഡാണെന്ന് ഞാൻ ആരുടെ മുന്നിലും പറയും. അപ്പോൾ BCom കോർപ്പറേഷൻ കഴിഞ്ഞ HDC JDC കഴിഞ്ഞ എല്ലാവർക്കും ഈ എക്സാം, നമ്മുടെ CSEB ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ എന്ന പോസ്റ്റിലേക്കുള്ള എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടെ കൂടാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. എന്നെപ്പോലെ തന്നെ ഒത്തിരി അധ്യാപകരുടെ ഗൈഡൻസ് നിങ്ങൾക്ക് പ്രോപ്പറായി തന്നെ കിട്ടും. വീണ്ടും കാണാം. താങ്ക്